ഡെസേർട്ട് റോസിൻ്റെ ഭംഗിയൊന്ന് നോക്കിയാൽ മക്കളെ. അഡീനിയം എന്ന് വിളിക്കുന്ന ഈ പ്ലാന്റ് എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇതിൻ്റെ കോഡക്സൊക്കെ നന്നായിട്ട് നല്ല വലുതായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കോഡക്സ് ആണല്ലോ ഇതിൻ്റെ മെയിൻ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്താ പറയുക, ഇത് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാൻ ധൈര്യമായിട്ട് പോകാം. കാരണം ഇവർക്ക് വെള്ളം കൊടുത്തില്ല എന്നോർത്ത് നമുക്ക് വിഷമിക്കേണ്ട. വെള്ളം കൂടിപ്പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. മഴക്കാലത്ത് നമ്മളിത് മാറ്റിയൊക്കെ വയ്ക്കാറുണ്ടല്ലോ. പിന്നെ ഇതിനെ എന്താണ് പറയുക, ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കൊണ്ടും കോഡക്സിൻ്റെ ആ ഭംഗി കൊണ്ടുമൊക്കെ നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ അഡീനിയം എന്ന് പറയുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ പ്ലാന്റ് നിൽക്കുന്ന ഈ പോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഇത് ടയർ കൊണ്ട് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കയറി കാണണേ. അപ്പോൾ ഈ അഡീനിയം കണ്ടോ ഇപ്പോൾ എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നതൊക്കെ നല്ല ബോൺസായി ആയി നിൽക്കുന്നത് കണ്ടോ. ഇതെന്താണ് ഒരു 18 വർഷമെങ്കിലും ഇതിന് പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് പ്രൂൺ ചെയ്തിട്ടുണ്ട്. മുട്ടുകൾ വരുന്നത് കാണിക്കാം കേട്ടോ. ഇതേ ധാരാളം മുട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ മുട്ടുണ്ട്, ഇവിടെയുണ്ട്, എല്ലാത്തിലും മുട്ട് വന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നിറച്ച് പോകാമ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങളെ വീഡിയോ കാണിക്കാം. ഇതൊക്കെ മുട്ടാണ്, മുട്ട് വരുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പഴയ രൂപം നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പൂവൊക്കെ കഴിഞ്ഞിട്ട് ഇതെന്താ ചോദിച്ചാൽ ഞാനിതിനൊന്ന് എന്താ പറയുക, ഇത് എല്ലാം ഒന്ന് പ്രൂൺ ചെയ്യുവാണ്. പ്രൂൺ ചെയ്യണമെങ്കിൽ നല്ല കട്ടിയുള്ളതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് മുറിക്കണം കേട്ടോ. നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കത്തി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ നമുക്ക് ഞാൻ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്, കുറേ നട്ടു വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പോയി, എന്നാലും ബാക്കിയുള്ളതൊക്കെ പൊടിച്ച് നിൽപ്പുണ്ട്. അതിലൊക്കെ പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ട് ഇത് കണ്ടോ. പക്ഷേ ഇതിൻ്റെ കോഡക്സ് അങ്ങോട്ട് എന്താ പറയുക, താഴോട്ടായിപ്പോയി. ഇതൊന്ന് ശരിയാക്കി എടുക്കാനാണ് അത് നിങ്ങളുമായിട്ട് ആ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പോട്ടിനകത്ത് നമ്മൾ ഇതൊന്ന് എടുക്കുവാണേ. ഇത് വലിയൊരു പോട്ടാണിത്. പക്ഷേ അതും ഇതിന് പോരാ കേട്ടോ. നമുക്കറിയാമല്ലോ, കോഡക്സ് വലുതായി കഴിയുമ്പോൾ ഈ പോട്ട് തന്നെ പൊട്ടിപ്പോവും. പൊട്ടിച്ചുകൊണ്ട് അത് പുറത്ത് വരും. അപ്പോൾ ഇതിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഇത് നമുക്കൊന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കോഡക്സൊക്കെ കാണുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ആ മണ്ണൊക്കെ നമുക്കൊന്ന് ഇതിൽ നിന്ന് ആദ്യം മാറ്റാം. വളരെ സൂക്ഷിച്ച് വേണം മാറ്റാൻ, വേരിനൊന്നും കേടുവരാതെ, കോഡക്സിന് ഒത്തിരി കേടൊന്നും വരാതെ വേണം ചെയ്യാനായിട്ട്. കണ്ടോ എന്തോ വലിയ കോഡക്സാന്ന് കണ്ടോ. പറഞ്ഞല്ലോ 10-18 വർഷമെങ്കിലും പഴക്കമുണ്ട് ഈ അഡീനിയത്തിന്. അപ്പോൾ മണ്ണൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയ ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ആ മുകളിലുള്ള വേരുകളില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതങ്ങനെ കട്ട് ചെയ്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി മണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ നമുക്കൊന്ന് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു നല്ല പുതിയ ബ്ലേഡ് ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ വേര് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കതിൽ എന്താണ് പറയുക, സാഫ് പുരട്ടണം. ആ മുറിഞ്ഞ ഭാഗത്തൊക്കെ സാഫ് പുരട്ടണം. അതുപോലെ നമ്മൾ ഏത് പ്ലാന്റ് അങ്ങനെ കട്ട് ചെയ്താലും നമ്മൾ ഇത്തിരി സാഫ് പുരട്ടണേ. ബ്ലേഡ് സൂക്ഷിച്ച് ഉപയോഗിക്കണം, കൈ ചിലപ്പം മുറിയും. അപ്പോൾ ഇങ്ങനെ സാഫ് അല്പം അറിയാമല്ലോ, നമുക്ക് വെള്ളത്തിൽ ഒന്ന് ചാലിച്ചെടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ ഈ പോട്ടിനകത്തേക്കാണ് നമ്മൾ നടുന്ന ടയറിൻ്റെ പോട്ട്. എന്നിട്ട് പോട്ടി മിക്സ് നമുക്കറിയാമല്ലോ, വെള്ളമൊട്ട് കെട്ടി നിൽക്കാത്ത രീതിയിൽ മണൽ കൂടുതൽ ചേർത്തുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്, ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര മതി കേട്ടോ. ഇത്രയും പൊങ്ങി വേണം കോഡക്സ് നിൽക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ചൊക്കെ കൊടുക്കണം. വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം, കാരണം ഇത് വീണ് പോകരുതല്ലോ. നമുക്ക് നമ്മുടെ അഡീനിയത്തിനെ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല ബോൺസായി ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇതുപോലെ ഉള്ള ബോൺസായി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര വർഷത്തെ പ്രായമുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.